ഹായ് വെൽക്കം ടു എജ്യൂപ്ലസ് ലേണിംഗ്. പ്രിയപ്പെട്ട NCET വിദ്യാർത്ഥികളെ, ഈ പ്രാവശ്യം നിങ്ങളൊക്കെ എക്സാം എഴുതിയില്ലേ? 3 ഷിഫ്റ്റുകളായിട്ടായിരുന്നു നമ്മുടെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഷിഫ്റ്റിലും നമ്മുടെ വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു റെസ്പോൺസ് ഷീറ്റ് കിട്ടി. കാരണം എന്തെങ്കിലും NTA അതിൻ്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്തു, പ്രൊവിഷണൽ ആൻസർ കീ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാനും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസേഴ്സിൽ എന്തെങ്കിലും ചാലഞ്ച് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ചാലഞ്ച് ചെയ്യാനുള്ള അവസരമൊക്കെ NTA തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫൈനൽ ആൻസർ കീ അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്കൊരു സ്കോർ കാർഡ് അവൈലബിൾ ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാനാണ് ഈ ഒരു ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ എക്സാം നടന്നപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അവർ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്രത്തോളം മാർക്കുകൾ കിട്ടി, വളരെ കോൺഫിഡൻസോട് കൂടി നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അതിൽ വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെയും നമ്മൾ ഇത് അറിയിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞതേ രീതിയിൽ എക്സാമിന് വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളത് കൃത്യമായി പഠിച്ചവർക്കൊക്കെ അത് ഉറപ്പായിട്ടും സ്കോർ കാർഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്, നമ്മുടെ മെറ്റീരിയൽസ് ആപ്ലിക്കേഷനിലൊക്കെ എങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയാണ്. തീർച്ചയായും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ആക്ട് ഓർ റെഗുലേഷൻ ഡിഫൈൻസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആസ് എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വെർ ഇൻ സ്റ്റുഡൻസ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഡിസാബിലിറ്റീസ് ലേൺ ടുഗദർ ആൻഡ് ദ സിസ്റ്റം ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഈസ് സ്യൂട്ടബിളി അഡോപ്റ്റഡ് ടു മീറ്റ് ദ ലേണിംഗ് നീഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് ഡിസാബിലിറ്റീസ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ RPWD ആക്ട് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇത്, ഇൻക്ലൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആക്റ്റുകൾ വന്ന് അതിലെ പ്രധാനപ്പെട്ട ആക്റ്റാണ് ഓപ്ഷൻ വെച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, DEPWD ആക്ട്, RPWD ആക്ട്, RCA ആക്ട്, RTA ആക്ട്. ഏതാണ്? നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം, അത് RPWD ആക്ട് ആണ്. ഇതിൽ കൃത്യമായിട്ട് എന്ത് കാണാം, ഇത് നമ്മൾ എവിടെയാണ് ഈ RPWD ആക്ടിനെ കുറിച്ച് പറഞ്ഞത്? നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോയാൽ നമ്മുടെ അല്ലേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഓരോന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ റീസെന്റ് ഇനീഷ്യേറ്റ് അല്ലേ, അതിൽ RPWD ആക്ട്. ഹായ് വെൽക്കം ടു. ഇതിലാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ആക്ടിനെ കുറിച്ച് പറഞ്ഞു. അല്ലേ, ഡിസാബിലിറ്റീസ്, ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിസാബിലിറ്റി ഉള്ള ആളുകൾ ഈ ആക്ടിൻ്റെ കീഴിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഡിസ്ലെക്സിയ, സ്പെഷ്യൽ ഡിസാബിലിറ്റീസ് പറഞ്ഞു. അതാണ് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ആക്ട് മാൻഡേറ്റ്സ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിത്ത് റീസണബിൾ അക്കോമഡേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസാബിലിറ്റീസ്. അവിടെ കൃത്യമായിട്ട് ഇൻക്ലൂഷനുമായി കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ എക്സാമിന് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ഇവിടെ നോക്കൂ. ഇഫ് ദ പർപ്പസ് ഓഫ് assessment is to improve the teaching and help students to guide their own learning, then the assessment. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അസസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞത്? if the purpose of assessment to improve the teaching and the help students to guide their learning, കുട്ടികൾ അവരുടെ ലേണിങ്ങിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എന്താണ് ഇവിടുത്തെ ആൻസർ? നോക്കൂ, സമ്മേറ്റീവ് അസസ്മെന്റ് ആണോ, ഫോർമറ്റീവ് അസസ്മെൻ്റ് ആണോ, പോർട്ട്ഫോളിയോ ആണോ, അതല്ലെങ്കിൽ പെർഫോമൻസിനെ കുറിച്ചാണോ? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇംപ്രൂവ് ചെയ്യുക അല്ലേ, ഗൈഡ്, കുട്ടികൾക്ക് തന്നെ അവർക്ക് കുറച്ചും കൂടി ഗൈഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നത് ഏത് അസസ്മെൻ്റ് ആണ്? നമുക്കറിയാം അത് ഫോർമറ്റീവ് അസസ്മെൻ്റ് ആണ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ എവിടെയാണ് വന്നത്? നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ അസസ്മെൻ്റ് എന്നുള്ളൊരു ചാപ്റ്റർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇതൊക്കെ കണ്ടോ, അസസ്മെൻറ്റ്. നമുക്ക് ഈ അസസ്മെൻറ്റ് ജസ്റ്റ് നോട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി അത് എളുപ്പമായിരിക്കും. നമ്മൾ നോട്ട് നോക്കൂ, കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ നോട്ട്സ് കൊടുത്തു. ഇതിൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഫോർ ലേണിംഗ്, ഇതിൽ നമുക്കറിയാം അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു നോക്കൂ. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് അതെന്താണ്? ഫോർമറ്റീവ് അസസ്മെൻ്റ് ആണ്. കണ്ടോ, ഐഡൻറ്റിഫൈ സ്റ്റുഡൻസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഫീഡ്ബാക്ക്, കുട്ടികൾക്ക് ഇംപ്രൂവ് ടീച്ചിങ് മെത്തേഡ്. കണ്ടോ,
ഇവിടെയാണ് നമ്മൾ എന്താണ് കറക്റ്റ് പറഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഇത് ഈ മെറ്റീരിയൽ വായിച്ച ഈ ക്ലാസ് കേട്ട ആളുകൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓരോ ക്വസ്റ്റ്യൻ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 envisaged to modify 10+2 structure of school education to new pedagogical and curricular structure. അപ്പോൾ NEP പുതിയ NEP പ്രകാരം നമ്മുടെ 10+2 സിസ്റ്റത്തിൽ വലിയ മാറ്റം ഉണ്ടായി. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഡിനോട്ടിങ് ദ ന്യൂ റീസ്ട്രക്ചറിങ്. അല്ലേ, പുതിയ റീസ്ട്രക്ചറിങ് എങ്ങനെയാണ്? 5+3+3+4. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞടാ, നമ്മൾ കറക്റ്റ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് NEPയെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് NEP എടുക്കാം. ഇപ്പോൾ NEPയെ കുറിച്ച് നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പുതിയ റീസെൻ്റ് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സിൽ NEP രണ്ടാമത് വന്നിട്ടുള്ളത് NEP ആണ്. നമ്മൾ ക്ലാസ്സിൽ നമ്മൾ മെറ്റീരിയലിലേക്ക് പോവാം. ക്ലാസ്സിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഇതിൻ്റെ നമ്മൾ ഓരോ പുതിയ മെത്തേഡുകൾ അല്ലേ, NEP പ്രകാരം പുതിയ സ്ട്രക്ചർ. നമ്മൾ സ്ട്രക്ചറിനെ കുറിച്ച് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? 4+3 താഴെ ഫൗണ്ടേഷൻ മുതൽ 5+3+3+4. കണ്ടോ, നമ്മൾ പഴയ സിസ്റ്റം ആദ്യം കാണിച്ചു ഗ്രാഫ്. 10+2 എന്നുള്ള സിസ്റ്റം, അത് പുതിയ സ്ട്രക്ചർ, ന്യൂ പെഡഗോജിക്കൽ ആൻഡ് കരിക്കുലർ സ്ട്രക്ചർ. ആദ്യത്തെ ഫൗണ്ടേഷൻ സ്റ്റേജ് 5 years, പിന്നെ 3 years, 3 years, 4 years. നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ടില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് എ ടീച്ചർ? റോൾ ഓഫ് എ ടീച്ചർ, ഒരു ടീച്ചറുടെ റോളിനെ കുറിച്ച്. ടു ഡിസിപ്ലിൻ ദ സ്റ്റുഡൻസ്, കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യിപ്പിക്കുക. ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. കൺട്രോൾ സ്റ്റുഡൻറ്റ്, കുട്ടികളെ കൺട്രോൾ ചെയ്യുക. ടു എൻകറേജ് റോട്ട് മെമ്മറൈസേഷൻ, കാണാപ്പാഠം പഠിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്കറിയാം ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ് ആണ്. നമ്മളത് എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മളെ ആപ്പിലേക്ക് തന്നെ തിരിച്ചു വരൂ. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓരോ ടോപ്പിക്ക് കറക്റ്റ് റോൾ ഓഫ് ടീച്ചറെ റോളിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഇവിടെ നോക്കൂ. ഇവിടെ നമ്മുടെ ഓരോ ചാപ്റ്ററിലും അതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോട്ട്സ് വായിച്ചാൽ തന്നെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓരോ ടീച്ചറെ എന്തൊക്കെ പ്ലാനർ, ഫെസിലിറ്റേറ്റർ കണ്ടോ, നമ്മൾ കറക്റ്റ് പറഞ്ഞു. നിങ്ങളത് കൃത്യമായിട്ട് നോക്കി ഫെസിലിറ്റേറ്റർ എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് ഇങ്ങനെയുള്ളൊരു നോട്ട്സ് വായിച്ചാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ പ്രൊവൈഡ് എ കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് ഫോർ ഇൻട്രാക്ഷൻ അല്ലേ. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ആക്റ്റീവ് ആൻഡ് എൻഗേജ്ഡ് ക്ലാസ് റൂം. ഒരു ആക്റ്റീവായ എൻഗേജ്ഡ് ആയ ക്ലാസ് റൂമിൻ്റെ പ്രത്യേകതയാണ്. നമ്മളപ്പോൾ ഇത് നമ്മൾ പഠിച്ചതുമായി കണക്ട് ചെയ്ത് ജസ്റ്റ് നോക്കൂ. സ്റ്റുഡൻസ് കൺസ്ട്രക്റ്റ് നോളജ്, ഒരു കൺസെപ്റ്റ് തന്നെയാണ് അവിടെ. കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ഉറപ്പല്ലേ? ആക്റ്റീവായ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താടാ? അവിടെ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് നടക്കും. ഇനി ബാക്കിയുള്ള ജസ്റ്റ് നോക്കണമെന്നില്ല, എന്നാലും ജസ്റ്റ് നോക്കാം. കോപ്പി കണ്ടന്റ് ഫ്രം ബ്ലാക്ക് ബോർഡ്, ജസ്റ്റ് കോപ്പി ചെയ്യലാണോ ബ്ലാക്ക് ബോർഡിൽ നിന്ന്? ടീച്ചേഴ്സ് ഡിസ്കറേജ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഡിസ്കറേജ് ചെയ്യോ? ഇല്ല. ടീച്ചേഴ്സ് ഡൊമിനേറ്റ് ഇൻ ദ ക്ലാസ് റൂം, ടീച്ചറുടെ റോൾ ഡൊമിനേറ്റ് ചെയ്യലാണോ? ഓപ്ഷൻസ് വായിച്ചാൽ കിട്ടും. അതുപോലെ തന്നെ നമ്മളത് ക്ലാസ് റൂമിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും അല്ലേ, അവസാന സമയത്ത് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഈ ലൈവിൻ്റെ ഒരു പ്രത്യേകത, അതിൽ നിങ്ങൾക്ക് കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലായി. ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കി. ഇൻ ഓർഡർ ടു പ്രൊമോട്ട് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ബൈ ലേണേഴ്സ് എ സ്കൂൾ ഷുഡ് പ്രൊമോട്ട് പെഡഗോജി. കാരണം നമ്മൾ ഈ ഒരു ഡിസ്കസ് ചെയ്തത് തന്നെ എന്താണ്? കുട്ടികൾ നോളജ് കൺസ്ട്രക്ഷനാണ് ക്ലാസ് റൂമുകളിൽ നടക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മളെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഉറപ്പല്ലേ? കിട്ടില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴും ആ ഒരു നമ്മൾ പറഞ്ഞ അതേ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി ഈ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കി. നമ്മൾ പറഞ്ഞ വിച്ച് എമോങ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ബോഡി
കോൺട്രിബ്യൂട്ടിംഗ് ടു സ്കൂൾ എഡ്യൂക്കേഷൻ അറ്റ് സെൻട്രൽ ലെവൽ. നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ അല്ലേ, നമ്മുടെ എന്താ പറയുക റെഗുലേറ്ററി ബോഡീസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിരുന്നു. അതിൽ സെൻട്രൽ ലെവലിൽ സ്കൂളുകളെ കൺട്രോൾ ചെയ്യുന്നതല്ലാത്തത് NCERT, NIOS, PSTE, CBSE. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് സെൻട്രൽ ലെവലാണ്. PS പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അന്ന് അല്ലേ, അതായത് സ്കൂൾ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്ന ബോഡി. ഇവിടെ മൂന്നാമത്തെ നോക്കടാ, പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ബാക്കി CBSE നമുക്കറിയാം, CBSE. അപ്പോൾ നമ്മൾ ഇത് എവിടെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതാ നമ്മുടെ ചാപ്റ്റർ നമ്മുടെ ഇത് എടുത്താൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ ഇവിടെ കണ്ടോ, ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റെഗുലേറ്ററി ബോഡീസ്. ഇതിൽ നമ്മൾ ഓരോ ബോഡീസിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അല്ലേ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. അതിൻ്റെ NC ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി, UGC എല്ലാം, NCT എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കൃത്യമായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സ്കൂൾ എഡ്യൂക്കേഷനെ ബാധിക്കുന്ന ബോഡികളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, ഫൗണ്ടേഷണൽ സ്റ്റേജ് വിൽ കൺസിസ്റ്റ് ഓഫ് വിച്ച് ഏജ് ചിൽഡ്രൻ? വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മളപ്പോൾ നോക്കിയിട്ടുണ്ട്, സിമ്പിളായിട്ട് കിട്ടാവുന്നതാണ്. അതായത് NEP 2020 പ്രകാരം ഫൗണ്ടേഷണൽ സ്റ്റേജ് നമ്മളത് ഗ്രാഫിലൂടെ നിങ്ങൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്യുക, അത് എടുക്കാം. ഇവിടെ ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അല്ലേ നമ്മൾ പുതിയ റീസെൻ്റ് എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞെടുത്ത് NEP പറഞ്ഞെടുത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രാഫിൽ കണ്ടില്ലേ, ഇവിടെ തന്നെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷനിൽ എന്നുള്ളത് ഏത് ഏജ് ഗ്രൂപ്പാണ്. ഫൗണ്ടേഷൻ എന്ന് പറയാം, അതായത് ആദ്യത്തെ 3 വർഷവും പിന്നത്തെ 2 വർഷം 5 വർഷം. ഇവിടെ ഏജ് കണ്ടോ, 3 to 6 മുതൽ 6 to 8 എന്ന് പറഞ്ഞാൽ 3 മുതൽ 8 വരെയുള്ള കാലഘട്ടം. ഈ പച്ച കളറിൽ കണ്ടിട്ടില്ലേ, അതാണ് 3 to 8. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത്, ജസ്റ്റ് നോക്കി ക്വസ്റ്റ്യനിൽ വന്നത് നോക്കി. അക്കോർഡിംഗ് ടു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ ഓപ്ഷൻ 6 to 10, 3 to 8, 8 to 11, 11 to 14. ഏതാണ്? 3 to 8 ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ബാക്കി തന്നെയാണ്. എ ഗുഡ് ടീച്ചർ ഈസ് അവെയർ ഓഫ് ദ ഡൈനാമിക്സ് ഓഫ് എ ക്ലാസ് റൂം ദ ടീച്ചർ ഹാസ് ടു മെയിൻറ്റെയിൻ. ഒരു ടീച്ചർ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം നോക്കൂ. കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ്, സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ, ടീച്ചിങ് റെസ്ട്രിക്റ്റഡ് ടു സബ്ജക്റ്റ്, ഡൊമിനൻസ് ഓവർ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ആശയത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ നേരത്തെ നമ്മുടെ ടീച്ചറുടെ പ്രത്യേകത പറഞ്ഞില്ലായിരുന്നടാ, ഒരു ടീച്ചറുടെ പ്രത്യേകത റോളാ ഇതിൽ നമ്മൾ ഇതിൻ്റെ അല്ലേ, ഇതിൽ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ജസ്റ്റ് മെറ്റീരിയൽ ഞാൻ കാണിച്ചു തന്നു അല്ലേ. ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത ഇവിടെ കണ്ടോ, നമ്മൾ ആ ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞ ഭാഗത്ത് തന്നെ അത് കണ്ടോ, പ്രൊവൈഡ് എ കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ്. കറക്റ്റ് വേർഡല്ലേ നോക്കിയടാ, പറഞ്ഞ അതേ വേർഡല്ലേ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്നും ക്വസ്റ്റ്യൻ ഇട്ടതല്ല, ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി പഠിപ്പിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത നമ്മൾ പഠിപ്പിച്ചതാ കണ്ടോ, വാട്ട് ഈസ് ദ മെയിൻ എയിം ഓഫ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്? ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ലക്ഷ്യം എന്താണ്? ടു ഗൈഡ് സ്റ്റുഡൻറ്റ് ടു ബിക്കം ലെസ് ടോക്കറ്റീവ് അല്ലേ, ലെസ് ടോക്കറ്റീവ് എന്നാൽ സംസാരിക്കാതാക്കുക, അതാണോ? അല്ലെങ്കിൽ ടു മെയിൻറ്റെയിൻ എ പോസിറ്റീവ് പ്രൊവൈഡിങ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, പോസിറ്റീവായ ഒരു എന്താ പറയുക പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക. ത്രട്ടൺ അൺഡിസിപ്ലിൻ സ്റ്റുഡൻസ്, അൺഡിസിപ്ലിനായ കുട്ടികളെ ത്രട്ടൺ ചെയ്യുക. ടു ഷോ ദ അതോറിറ്റി ഓഫ് ടീച്ചർ ഇൻ ക്ലാസ് റൂം, ടീച്ചറുടെ അതോറിറ്റി കാണിക്കുക. അതും നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞതാ, ടീച്ചേഴ്സിൻ്റെ റോൾ എന്താ അത് കൃത്യമായിട്ട് ഓരോ റോളും ഇവിടെ പറഞ്ഞു തന്നില്ലേ അല്ലേ. ക്ലാസ് റൂമിൽ ensuring educational goals and attain and striving for all round development ലെ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും. അതുപോലെ ക്ലാസ് റൂമിൽ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, പ്ലാനർ. അതുപോലെ തന്നെ ഇവിടെയാണ് കോ ക്രിയേറ്റർ ഓഫ് നോളജ് കണ്ടോ, നോളജ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ. മോട്ടിവേറ്റ് ലേണേഴ്സ് ടു ഫ്രെയിം ദെയർ ഓൺ ക്വസ്റ്റ്യൻ ആൻഡ് ഇന്റർപ്രറ്റ് സിറ്റുവേഷൻ ദെയർ ഓൺ വേ, സ്കഫോൾഡിങ്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും പറ്റൂ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു വിച്ച് അമോങ് ദ ഫോളോവിങ് നാഷണൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ആൻ ഇൻറ്റഗ്രേറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാം എയിംസ് അറ്റ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾ ഹെഡ്സ്. ക്വസ്റ്റ്യൻ എന്താണ്? ടീച്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എയിംസ് ടു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾ ഹെഡ് എന്നാണ് പ്രിൻസിപ്പൽസ്, ഹെഡ് മാസ്റ്റർ ഇവരുടെയും ടീച്ചേഴ്സിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏത് സംവിധാനമാണ്? നിഷ്ഠ, ദീക്ഷ, സ്വയം, PM ഈ വിദ്യ. ഈ ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെ പോകണം? നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ICT എന്നുള്ളൊരു ഭാഗം ഇതിൽ പോയാൽ ഞാൻ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ നമ്മളിതാ ഓരോ ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു. ഇത് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നിഷ്ഠ കണ്ടോ എന്താണ് ക്വസ്റ്റ്യൻ? ഇവിടെ നമ്മൾ നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ് ഫസ്റ്റ് വരിയിൽ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിൻ്റെ അതേ രീതിയിലാണ് വന്നിട്ടുള്ളത്. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആ രീതിയിൽ തന്നെ വന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത് എഴുതിയവർ അല്ലേ, നമ്മുടെ ക്ലാസ്സുകൾ കണ്ടവർക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. 3 ഷിഫ്റ്റുകളായി നടന്ന എക്സാം ആണ് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നോക്കണം കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 14. എന്നിട്ട് ഇപ്പുറത്ത് അതിൻ്റെ ഓരോ പ്രൊവിഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഫോക്കസ് അബോളിഷ് അൺടച്ചബിലിറ്റി. അപ്പോൾ ഇവിടെ നോക്കി ഇതിന് ആൻസർ എങ്ങനെ വരിക? ഓക്കെ, ആൻസർ എങ്ങനെ വരുന്നു നിങ്ങൾ ജസ്റ്റ് നോക്കിയിടാ. 21A എന്തുമായ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് അല്ലേ. ആർട്ടിക്കിൾ 15 അതുപോലെ 15 എന്തുമായി ബന്ധപ്പെട്ടാണ്? ഡിസ്ക്രിമിനേഷൻ. അതുപോലെ ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 17 അബോളിഷ് അൺടച്ചബിലിറ്റി. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് നമ്മൾ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് കുട്ടികളെ നമ്മുടെ പൊളിറ്റി അതായത് ജനറൽ GKയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട്. അതിന് പുറമെ നമ്മുടെ ക്ലാസ്സിലും നമ്മളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ? അവയർനെസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ മെറ്റീരിയൽസ് ജസ്റ്റ് നോക്കുന്നു. വീഡിയോയിൽ പറഞ്ഞത് മെറ്റീരിയൽസിലൂടെ പെട്ടെന്ന് കാണാൻ പറ്റൂലേ. നമ്മൾ ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ഒക്കെ പറഞ്ഞതാ. നമ്മൾ ആർട്ടിക്കിളുകളെ ഡിസ്കസ് ചെയ്തു. ആർട്ടിക്കിൾ 21A അല്ലേ, ആർട്ടിക്കിൾ 21A ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ള കണ്ടോ, ഇതൊക്കെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. 15, 17 കണ്ടോ, 15, 17 കൃത്യമായിട്ടല്ലേ നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ തീർച്ചയായിട്ടും 15 പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ സെക്സ് കണ്ടോ, നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു സംഗതിയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Next, identify the main features of formative assessment. It enhances the learning abilities of learner. It provides descriptive feedback. കണ്ടോ, ഈ വേർഡൊക്കെ നോട്ട് ചില വേർഡുകളാണ്. പ്രൊവൈഡ് ടു ചാൻസ് ലേണേഴ്സ് റിഫ്ലക്ട് ഓൺ ദെയർ ഓൺ, സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ റിഫ്ലക്ഷൻ. എൻഷുർ ലേണിംഗ് ഇൻ ദ ത്രട്ടണിങ് എൻവിയോൺമെൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. നമ്മുടെ എക്സാമിന് നമ്മൾ പറഞ്ഞ അസസ്മെൻ്റ് എന്നുള്ള ഭാഗം അസസ്മെൻറ്റിലേക്ക് നേരെ നിങ്ങൾ പോയാൽ മതി. അസസ്മെൻറ്റ് പോവുക, അതിൽ നമ്മൾ അതിൻ്റെ മെറ്റീരിയലിലേക്ക് പോയാൽ തന്നെ കറക്റ്റ് എന്താണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഇവിടെ കൃത്യമായിട്ട് വായിച്ചാലേ ഇവിടെ കണ്ടില്ലേ ഓരോ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫീഡ്ബാക്ക് കറക്റ്റ് അല്ലേ, ഗീവ് ഫീഡ്ബാക്ക്. കുട്ടികൾക്ക് തന്നെ കണ്ടോ, അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഇനി നമ്മളിത് ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈവ് ക്ലാസ്സിൽ ഞാൻ അവിടെയും എടുക്കാം. അസസ്മെൻറ്റ് ഒരു വട്ടമല്ല, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ അസസ്മെൻറ്റ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
യെസ്, ഇത് കണ്ടോ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. എംഫസൈസ് ദ ഓവറൽ ഗ്രേഡ്സ് എക്സ്ക്ലൂ ഇതൊക്കെ ഒഴിവാക്കിയില്ലേ. ഇറ്റ് ഫോസ്റ്റേഴ്സ് മോട്ടിവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ഇവിടെ അന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് അസസ്മെന്റ് ഫോർ ലേണിംഗ്, CCE അല്ലേ, അതിൻ്റെ കൃത്യമായിട്ട് ഓരോന്ന് നമ്മൾ അവിടെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ അസസ്മെൻറ്റിൻ്റെ അല്ലേ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് സമ്മേറ്റീവ് പറഞ്ഞു, പിന്നെ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് പറഞ്ഞ ശേഷം അല്ലെ ഇൻക്ലൂഡ്സ് അല്ലേ, ഏതൊക്കെ അസസ്മെൻ്റാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ മറ്റൊന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത അറേഞ്ച് ദ എഡ്യൂക്കേഷണൽ കമ്മീഷൻ ഇൻ കറക്റ്റ് സീക്വൻസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് അല്ലേ. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വന്ന കമ്മീഷൻസിൻ്റെ കറക്റ്റ് സീക്വൻസ്, ഏത് ആദ്യം വന്നത് പിന്നെ വന്നത്, ഇത് കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇയർ നമ്മൾ ആപ്പിൽ കറക്റ്റ് എവിടെ പറഞ്ഞിടത്. ആപ്പിൽ നമുക്ക് എന്താ ഇവിടെ ഒരു ഫസ്റ്റ് ഇവിടെ എഡ്യൂക്കേഷണൽ കമ്മീഷൻസിനെ കുറിച്ച് നമ്മൾ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് അല്ലേ, എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് ഇവിടെ കണ്ടോ. ഇവിടെ നമ്മൾ ഓരോ കമ്മിറ്റീസിനെ ഡിസ്കസ് ചെയ്തതിൽ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ മുതലിയാർ, അതുപോലെ തന്നെ പിന്നീട് പ്രധാനപ്പെട്ട ഏരിയ കോത്താരി, നമുക്ക് ആ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് നേരെ വരാം. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലേ, മുതലിയാർ. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ ആദ്യം വരുന്ന ആരാടാ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇത് എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ടത്, ഇത് എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ടത് ഏത് കമ്മീഷനാണ്, അത് കോത്താരിയാണ്. ഓക്കെ, ഓരോന്ന്. അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇത് ആദ്യം വരുന്ന ഏതാ, നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്ക്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സി ആദ്യം വരുന്നു. സി ആദ്യം വരുന്നത് ഏതാ, സി വരുന്നത് അല്ലേ, 2 ഓപ്ഷൻസ്. അപ്പം തന്നെ നമുക്ക് ആ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഞാൻ മറ്റൊരു ഓപ്ഷൻ പറയാം. ഇനി ഇതാ ഈ അടുത്തത് നമുക്കറിയാം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എ അല്ലേ, എ വരുന്നു. പിന്നെ കോത്താരി കമ്മീഷൻ വരുന്നു അല്ലേ, കോത്താരിക്ക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. അടുത്തതാണ് നമ്മൾ ക്രിയേറ്റിവിറ്റിയെ കുറിച്ചുള്ളൊരു ചോദ്യം. വിച്ച് എമോങ് ദ ഫോളോവിങ് ഇസ് ദ മേജർ കോമ്പണന്റ് ഓഫ് ക്രിയേറ്റീവ് വിച്ച് റെഫേഴ്സ് ടു ദ തിങ്കിങ് പ്രോസസ് ഇൻവോൾവ് ജനറേറ്റിംഗ് ആൾട്ടർനേറ്റീവ് ഐഡിയാസ് ഓർ ആൻസർ ടു ഗിവൺ അല്ലേ. ആൾട്ടർനേറ്റീവ് ഐഡിയാസ് ഉണ്ടാക്കുന്ന ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഭാഗമാണ്. ഇത് എവിടെയാണ് ഇത് ഡിസ്കസ് ചെയ്തത്? നമുക്ക് ഫസ്റ്റ് ഡൈവേഴ്സിറ്റി ഓഫ് ലേണേഴ്സ്. ഇതിൽ കുട്ടികളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈവേഴ്സിറ്റിയിൽ കുട്ടികളുടെ അല്ലേ ഒരുപാട് വ്യത്യാസമുണ്ട്. പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്. ഇവിടെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, കുട്ടികൾ കണ്ടോ ഡൈവേർജൻ്റ് തിങ്കിങ്, ക്രിയേറ്റീവ് കണ്ടോ, ക്രിയേറ്റിവിറ്റിയുമായി നമ്മൾ കണക്ട് ചെയ്ത് കറക്റ്റ് പറഞ്ഞ ഭാഗം കണ്ടോ നിങ്ങൾ, ഡൈവേർജൻ്റ് തിങ്കിങ്. സോ ഇവിടെ നമ്മൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെ കണ്ടോ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധ ക്വസ്റ്റ്യനിൽ കൺവേർജൻ്റ്, ഡൈവേർജൻ്റ്, ഫ്ലുവൻസി. അപ്പോൾ ഏതാണ്, ഡൈവേർജൻ്റ് തിങ്കിങ് ആണ് കേട്ടോ. ഏതാണ്, ഡൈവേർജൻ്റ് തിങ്കിങ് ആണ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റിയ. ഇനിയും അടുത്ത ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞത് തന്നെ വന്നു. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നോക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും അടുത്ത വർഷം NCT എക്സാം, അതായത് നമ്മുടെ ഐടപ്പിന് വേണ്ടിയിട്ടുള്ള നാഷണൽ ലെവലിലുള്ള കോച്ചിങ് ആണ് NCT എക്സാമിലൂടെ നൽകുന്നത്. ഒരു 1 ഇയർ +2 പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് അപ്പുറം NIT, IIT പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് അവിടെയുള്ള ഒരു എക്സ്പോഷർ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ലെവലിലേക്ക് അല്ല ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ട് ഇന്ത്യക്കാരൊക്കെ മറ്റു രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ തന്നെ മികച്ച ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ വളർന്നു വരുന്ന, സ്റ്റാർട്ടപ്പുകളൊക്കെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ മികച്ച ഇന്ത്യയിലെ
ലോകത്തിലെ മികച്ച അധ്യാപകരാവാൻ നമ്മളെ സഹായിക്കുന്ന, അതിനുവേണ്ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള 21st സെഞ്ച്വറി സ്കില്ലുകൾ നേടിയെടുക്കാൻ സഹായകമായ രീതിയിലാണ് ഐടപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റിയിലും അതുപോലെ NIT IIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരു ടീച്ചറായി പുറത്തിറങ്ങുമ്പോൾ അത്തരം കാലിബറുള്ള അധ്യാപകരാവാൻ നമുക്ക് സാധിക്കും. സോ അടുത്ത വർഷം എജ്യൂപ്ലസ് ലേണിങ്ങിൻ്റെ കൂടെ തന്നെ കോച്ചിങ്ങിന് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ നമ്പറുമായിട്ട് കണക്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഇനി നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കും. ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്